നിങ്ങളൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ നേരത്ത് അവിടുത്തെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് വിചിത്രമായൊരു മണവും നിറവും ഒക്കെ ഫീൽ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? 2013 സിസിൽ എന്ന ഹോട്ടലിലെ താമസക്കാർക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായി. ഇവരത് ഹോട്ടൽ ജീവനക്കാരെ അറിയിച്ചു. അവർ ടെറസിൽ ചെന്ന് നമ്മുടെ വാട്ടർ ടാങ്ക് നോക്കിയപ്പോൾ അവിടെ 2 ആഴ്ചയോളം പഴക്കമുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ജീർണിച്ചിരിക്കുകയായിരുന്നു. എലീസ ലാം എന്ന പെൺകുട്ടിയുടെ. ഈ പെൺകുട്ടിയെ കാണാതാകുന്നതിന് മുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് അതിശയിപ്പിക്കുന്നത്. എലീസ ലിഫ്റ്റിൽ കയറിയതിനു ശേഷം എല്ലാ സ്വിച്ചുകളും അമർത്തുന്നുണ്ട്, പക്ഷേ ലിഫ്റ്റിന്റെ ഡോറ് ക്ലോസ് ആവുന്നില്ല. ഇത് എലീസയെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. എലീസ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നു. അവിടെ ആരോ ഉള്ളതുപോലെ സംസാരിക്കുന്നു. മാത്രമല്ല കൈകളൊക്കെ വിചിത്രമായ രീതിയിൽ ചലിപ്പിക്കുകയും ചെയ്തു. അറ്റ് ലാസ്റ്റ് അവൾ ആ ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. അതായിരുന്നു എലീസയുടെ CCTVയിൽ പകർത്തിയ അവസാന ദൃശ്യം. ഇതിൽ വിചിത്രമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കടന്നു വേണം ടെറസിലേക്ക് എത്താനായിട്ട്. മാത്രമല്ല ആ വലിയ വാട്ടർ ടാങ്കിന്റെ മൂടി തുറക്കണമെങ്കിൽ ഒരു പുരുഷന് പോലും അസാധ്യമാണ് ഒറ്റയ്ക്ക് അത് ചെയ്യാനായിട്ട്. അതിനുള്ളിൽ നിന്നാണ് എലീസയുടെ ബോഡി കിട്ടിയത്. ഈ പെൺകുട്ടി അതിനകത്ത് സ്വയം കയറിയതാണോ അതോ ആരെങ്കിലും അവളെ മനഃപൂർവ്വം കൊലപാതകം ചെയ്തതിനു ശേഷം അവിടെ കൊണ്ട് ഇട്ടതാണോ എന്നൊക്കെ പല സംശയങ്ങളും മുതിർന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവളുടെ ശരീരത്തിൽ യാതൊരു മുറിവോ അതോ മയക്കുമരുന്നോ ഉപയോഗിച്ചതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. അവൻ ലിഫ്റ്റിൽ വെച്ച് പുറത്ത് കണ്ടത് ആരെയാണ്? ആ വാട്ടർ ടാങ്കിന്റെ അടപ്പ് ആര് തുറന്നു? അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അതിന്റെ അകത്തിട്ട് ആര് അടച്ചു എന്ന ഈ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഈ ലിഫ്റ്റിലെ ദൃശ്യങ്ങൾ അവൈലബിൾ ആണ്. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.